ഒരുപക്ഷെ അവൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, കടപ്പാടെന്നോ ബാധ്യതയെന്നോ വിളിക്കാവുന്ന ഒരു ബന്ധം ഞങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നെങ്കിൽ, സത്യമായിട്ടും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലായിരുന്നു. എത്ര പെട്ടെന്നാ നീ എൻ്റെ മനസ്സിനെ കീഴടക്കിയത്. എനിക്ക് കിട്ടിയ ഭാഗ്യം എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ പണ്ട് ഞാൻ പരിഹസിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കറിയാം അതായിരുന്നു സത്യമൊന്ന്. വൈകിപ്പോയേട്ടോ. ഇനി ഏട്ടൻ പറയുന്ന ഓരോ വാചകവും എന്നെ വേദനിപ്പിക്കുക മാത്രമേ ചെയ്യൂ. പിരിയാൻ തയ്യാറാക്കി ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടാ നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ താലിയുടെ ബലം, അവകാശം, അതൊക്കെ ആ ഒരൊറ്റ ഒപ്പോടെ ഇപ്പൊ ഇല്ലാതായി. ഒരർത്ഥത്തിൽ തികച്ചും അന്യരായ രണ്ടുപേരല്ലേ ഇപ്പൊ നമ്മൾ. അങ്ങനെ ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. നീയും ഒത്തു കഴിഞ്ഞ ദിവസങ്ങളാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ. അതിൻ്റെ വില അന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഇപ്പം എനിക്ക് തിരിച്ചറിയാം ഓരോന്നും, ഓരോ തെറ്റും. കരയരുത് സ്വാതി. നീ കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കരയാതെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തനിച്ചായി പോയില്ല ഏട്ടാ. നല്ലതൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല, ഒരു നല്ല ഓർമ്മ പോലും. മനസ്സിൽ എപ്പോഴും ഈ മുഖമുണ്ട്, അതെന്നും ഉണ്ടാവുകയും ചെയ്യും. നീ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കൂ? ഞാനോ? ഒരിക്കലുമില്ല. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ആളാ ഏട്ടൻ. ഏട്ടൻ തന്നെയാ അവസാനത്തെ ആളും. എനിക്കിനി ഒരു കുടുംബജീവിതം ഇല്ല. ഏതെങ്കിലും അടുക്കള പുറത്ത്, അല്ലെങ്കിൽ മരിക്കണമെന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. ഒരു വിളക്ക് കെട്ടുപോകുന്ന അത്ര എളുപ്പത്തിൽ ഞാൻ മരിച്ചു എന്നറിഞ്ഞ കാണാൻ വരണം. പറ്റുമെങ്കിൽ എന്റെ ചിതയ്ക്ക് തീ കൊളുത്തണം. വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകുമ്പോഴും എന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടാവും. സുമംഗലിയായി വേണം എനിക്ക് പോവാൻ. സിന്ദൂരമിട്ട്, കല്യാണ സാരി ഉടുത്ത്, ഏട്ടൻ അണിയിച്ച് ഈ താലിയിട്ട്. അങ്ങനൊന്നും പറയില്ലേ സ്വാതി, നിനക്കൊന്നും സംഭവിക്കില്ല. ഇപ്പോഴും ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോ ഏട്ടന്. വക്കീലിന്റെ മുമ്പില് കടലാസിൽ ഒപ്പിട്ട് ആ നിമിഷം തന്നെ തീർന്നതല്ലേ സ്വാതി എന്ന ഞാൻ. ഇപ്പൊ ഈ നിൽക്കുന്നത് വെറും ഒരു നിഴലാ. ഇനി ഈ നിഴലും മായണം. പോട്ടെ, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. അച്ഛനും അമ്മയും ചോദിച്ചാ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയെന്ന് പറയണം. എന്നെ അന്വേഷിച്ച് വരരുതെന്നും പറയണം. അച്ഛൻ, അമ്മ, ഗിരി, ചേച്ചി, ഗൗരി, കുറച്ചു കാലമാണെങ്കിലും ആരൊക്കെ ഉള്ളതായിട്ട് തോന്നിയിരുന്നു. ഇപ്പോ സങ്കടമുണ്ട്, പക്ഷെ സഹിക്കും. ഏട്ടന് നല്ലതുവരെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. വലിയ ആളാവണം, വലിയ നടൻ, ഒരുപാട് സിനിമകൾ, പണം, പ്രശസ്തി, ആരാധകർ. ഞാൻ പ്രാർത്ഥിക്കും, നന്നായി വരും.
നിനക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല സ്വാതി. ഒറ്റയ്ക്കാകേണ്ടിയും വരില്ല. കാലം സത്യമാണെങ്കിൽ, നീയും ഞാനുമായിട്ടുള്ള ബന്ധം സത്യമാണെങ്കിൽ നിനക്കൊരിക്കലും ഇനി കരയേണ്ടി വരില്ല. ഏട്ടന്റെ ഈ വാക്കുകൾ എന്ന് ഞാൻ ഓർത്തിരിക്കും. ദൈവം രക്ഷിക്കട്ടെ. സ്വാതി, ഞാൻ പറഞ്ഞില്ല സ്വാതി, എനക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്ന്. നഷ്ടപ്പെടേണ്ടത് ഞാൻ
ചേട്ടാ വണ്ടി ഒന്ന് മാറ്റി. ഓക്കെ സാർ. എക്സ്ക്യൂസ് മീ, യെസ്, നീൽ മഹേഷ് ഐസിയിലാണ്, 3rd ഫ്ലോർ. തേർഡ് ഫ്ലോറാണ്. വാ. കേറ്. എന്റെ ഈശ്വര, വിഷമിക്കാതിരിക്കെ, നമ്മളിങ്ങ് എത്തിയല്ലോ. നീ വാ. സ്വാതി, മോളെ ഡോക്ടർ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല അമ്മ. ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. സിസ്റ്റർ, നീലിന്റെ അച്ഛനാണ് ഞാൻ. ഞങ്ങൾക്ക് അവനൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ കാണാൻ പറ്റില്ല, പരിശോധനകൾ നടക്കുന്നേ ഉള്ളൂ. അവനിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. കൂടുതൽ അറിയണമെങ്കിൽ ഡോക്ടറോട് ചോദിക്കണം. അമ്മ, ഭഗവാന് എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. അമ്മേ, മാറി നിൽക്ക്. കൊച്ചുകുട്ടിയാണെന്നാ വിചാരം. ഞാൻ കൊച്ചുകുട്ടി തന്നെയാ, അമ്മയുടെ കൊച്ചുകുട്ടി. എന്റെ അമ്മ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നീലിന്റെ കാര്യമല്ലേ? അറിഞ്ഞു. അച്ഛൻ വിളിച്ചു കാണും മംഗലാപുരത്തുനിന്ന്. അച്ഛൻ എങ്ങനെ ഇതൊക്കെ അറിയുന്നേ? അല്ല, എന്നിട്ട് എന്ത് പറഞ്ഞു അച്ഛൻ? അങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. ആശുപത്രിയിലാണെന്ന് മാത്രം പറഞ്ഞു. എന്നാ കേട്ടോ, ICUല. രക്ഷപ്പെടാൻ തീരെ സാധ്യതയില്ലെന്ന് അറിയാൻ കഴിഞ്ഞ. ഏത് നിമിഷവും നമുക്ക് ആ വാർത്ത പ്രതീക്ഷിക്കാം. കഷ്ടം. എന്ത് കഷ്ടം? ഇതിങ്ങനൊക്കെ തന്നെ സംഭവിക്കൂ. എന്നെ ഒരിക്കൽ ചതിച്ചതല്ലേ, അതിന്റെ തിരിച്ചടി കിട്ടും. അത് നീ പറയരുത്. അയാൾ നിന്നെ ആലോചിച്ചപ്പോ ഒഴിഞ്ഞു മാറിയത് നീയല്ലേ? 1 വർഷത്തിനിടയിൽ ഭാര്യ മരിക്കുമെന്ന് അയാളുടെ ജാതകത്തിലുണ്ടെന്ന് നീ അറിഞ്ഞു. അപ്പൊ ആ ദോഷം സ്വാതിക്ക് സംഭവിച്ചോട്ടെ എന്ന് നീ വിചാരിച്ചു. എന്നിട്ട് സംഭവിച്ചില്ലേ? വിധവയാവാൻ പോവല്ലേ അവള്. അമ്മയ്ക്കറിയോ, ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് പിരിയുമ്പോഴാ ഗുണ്ടകൾ ആക്രമിച്ചത്. ഇത്തവണ നീല് മരിക്കും. അങ്ങനെ സംഭവിച്ച സ്വാതി രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയൂ.
ഭർത്താവ് ഉപേക്ഷിച്ചവളെന്ന ചീത്തപ്പേര് മാറിക്കിട്ടുമല്ലോ. തന്നെയുമല്ല, നീലിന്റെ സ്വത്ത് മുഴുവൻ അവൾക്ക് കിട്ടുകയും ചെയ്യും. സ്വത്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? ആളില്ലാതെ സ്വത്ത് കൊണ്ട് എന്ത് കാണിക്കാന്? ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാലോ. അത് ശരിയാ. ആ, പിന്നെ നീ പറയുന്നത് കേട്ട് ഞാൻ വിശ്വസിക്കില്ല നീല് മരിക്കുമെന്ന്. നേരത്തെയും അങ്ങനെ സംഭവിച്ചതാണല്ലോ. മുമ്പും അയാളെ കൊല്ലാൻ ആരൊക്കെയോ നോക്കി. അന്നും അയാൾ രക്ഷപ്പെട്ടതല്ലേ? അതുപോലല്ല ഇത്. ആ 2 പ്രാവശ്യവും ആ നശിച്ചവള് തന്നെയാ നീലിനെ ആശുപത്രിയിൽ എത്തിച്ചേ. അതിലേ ഉള്ളൂ എനിക്ക് സങ്കടം. ഇത്തവണ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. ഏതാണ്ട് കഴിഞ്ഞു എന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത്. നീ കരുനാക്കെടുത്ത് വളയ്ക്കാതെ. പറയും. സ്വാതിയെ ബാധിക്കുന്ന കാര്യം ആയതുകൊണ്ട് ഞാൻ പറയും. എടി പൊട്ടി, നീ ഇത്ര മണ്ടിയായി പോയല്ലോ. ബുദ്ധി അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നീല് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക വേണ്ടത്. നീല് മരിച്ച ഗിരി അവര് നിനക്ക് കെട്ടിച്ചു തരുവോ? ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്നല്ലേ അവര് തീരുമാനിക്കൂ. ഓ, അത് ഞാൻ ഓർത്തില്ല. ഓർക്കില്ല. അതെങ്ങനെയാ? മനസ്സ് മുഴുവൻ കുഞ്ഞായ്മയല്ലേ. ചെന്ന് അവൻ രക്ഷപ്പെടാൻ പ്രാർത്ഥിക്ക. അയാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനോ? ഒരിക്കലും ഇല്ല. നീല് മരിക്കട്ടെ. ഗിരി എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. സ്വാതിയുടെ കണ്ണീര് കാണുന്ന എനിക്ക് പ്രധാനം. അതെ, ഒന്ന് പോയി ചോദിച്ചൂടെ അവനിപ്പോ എങ്ങനെയുണ്ടെന്ന്? ഡോക്ടർ പറയാന്നല്ലേ പറഞ്ഞത്. അദ്ദേഹം വരട്ടെ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. വിഷമിക്കാതിരിക്കെ. ഒന്നും സംഭവിക്കില്ല. സമാധാനിക്കും. മോളെ മോളെ, സിനിമയ്ക്ക് പോകണമെന്നും പറഞ്ഞല്ലേ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? പിന്നെന്തിനാ ആ വഴി പോയേ? ആ വഴിക്ക് പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അത് ഏട്ടൻ. പറ മോളെ, എന്താ സംഭവിച്ചേ? അത് അവളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ ഏട്ടാ പ്രയോജനം? പാവം. നീലിന്റെ അച്ഛനും അമ്മയാ. അത് ഭാര്യ. ഓ, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. ഒരു സർജറി വേണ്ടി വരും.
അവനിപ്പോ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല.